എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനാണ് സുഭാഷിതം എടുക്കുന്നത്. ഇന്നത്തെ വിഷയം ഞാൻ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യാം. ഇന്നത്തെ വിഷയം സസ്റ്റൈനബിലിറ്റി ഈസ് നോട്ട് സ്റ്റെബിലിറ്റി എന്നുള്ളതാണ്. സസ്റ്റൈനബിലിറ്റി ഈസ് നോട്ട് സ്റ്റെബിലിറ്റി. It balances change, resilience and renewal for lasting well-being. സുസ്ഥിരത സ്ഥിരതയോ പുനഃസ്ഥാപന ശേഷിയോ അല്ല, മറിച്ച് മാറ്റങ്ങളോട് പൊരുത്തപ്പെടുന്ന ഒരു ചലനാത്മക അവസ്ഥയാണ്. പ്രകൃതിയും മനുഷ്യ സമൂഹവും തുടർച്ചയായി പരിണമിക്കുമ്പോൾ സുസ്ഥിരത വിപരീത ശക്തികളുടെ സമതുലനീകരണത്തിലൂടെ പ്രവർത്തിക്കുന്നു. പ്രതിരോധശേഷിയും പുനഃസ്ഥാപന ശേഷിയും അതിജീവിച്ച് നവീകരണത്തെയും മാറ്റങ്ങളെയും ഉൾക്കൊള്ളുന്നു. വളർച്ചയും ക്ഷയവും ഉപഭോഗവും സംരക്ഷണവും ക്രമവും ക്രമരാഹിത്യവും നവീകരണവും പാരമ്പര്യവും എന്നിവ തമ്മിലുള്ള ഏകീകരണത്തിലൂടെയാണ് യഥാർത്ഥ സുസ്ഥിരത ഉറപ്പുവരുത്തുന്നത്. അതിനാൽ സുസ്ഥിരതയെ ഒരു നിശ്ചിതാവസ്ഥയായി അല്ല, മറിച്ച് നിരന്തരമായ പരിണാമവും സജീവമായ വ്യാഖ്യാനവുമെന്ന നിലയിൽ ഉൾക്കൊണ്ടാൽ മാത്രമേ ആന്തരികവും ബാഹ്യവുമായുള്ള സ്ഥിരമായ സമതുലിതാവസ്ഥ കൈവരിക്കാനാവുകയുള്ളൂ. അപ്പൊ ഈ ഒരു പ്രമേയമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. സുസ്ഥിരത നമ്മൾ എപ്പോഴും ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സ്ഥിതി വിശേഷം എന്നുള്ള രീതിയിലാണ് തെറ്റിദ്ധരിക്കുന്നത്. അതായത് നമ്മൾ നമ്മുടെ അസ്തിത്വത്തിൻ്റെ എല്ലാ ചലനങ്ങളും അത് ഒരു സ്ഥിതാവസ്ഥയിലൂടെ പോവുക. ഈ സ്ഥിതാവസ്ഥ എന്ന് പറയുന്നത് ശരിക്കും ജഡത്വമാണ്. ഈ ജഡത്വം അല്ല ജൈവത. അപ്പൊ ആ ഒരു ഇതിലാണ് നമ്മൾ ഇതിനെ വിശദീകരിക്കുന്നത്. കാരണം ജഡത്വത്തിലല്ല, ജൈവതയിലാണ്. ജൈവത എന്ന് പറയുന്നത് എപ്പോഴും ചലനാത്മകമാണ്. നമ്മൾ നോക്കിയാൽ കാണാം, നമ്മളിലൂടെ പരിസരത്തു നിന്നുള്ള പലതും നമ്മളിലൂടെ കടന്നു പോകുന്നുണ്ട്. ഭക്ഷണമായും വെള്ളമായും വായുവായും കൂടാതെ തന്നെ പല സംഗതികളും നമ്മളിലൂടെ കടന്നു പോകുന്നുണ്ട്. അതായത് ഈ എല്ലാ ഇൻപുട്ടുകളും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഇൻപുട്ടുകളുണ്ട്. അല്ലാതെ തന്നെ പലതും നമ്മുടെ വ്യാവഹാരിക ജീവിതത്തിൽ പലതും നമ്മളിലോട്ട് വരുന്നുണ്ട്. ദിവസേനയുള്ള ഇതിൽ നമുക്ക് പല വൈകാരികമായിട്ടുള്ള അവസ്ഥകളും നേരിടേണ്ടി വരുന്നുണ്ട്. ഇവയെല്ലാം അതുപോലെ തന്നെ കാലാവസ്ഥ, പുറത്തുള്ള കാലാവസ്ഥയും നമുക്ക് ആന്തരിക കാലാവസ്ഥയും നമ്മളെ ബാധിക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഇതെല്ലാം ഓരോ ഇൻപുട്ടുകൾ വരുന്നതനുസരിച്ച് നമ്മളുടെ ഒരു പ്രതികരണം ഉണ്ടാക്കുന്നുണ്ട്. അത് ഭൗതികമായിട്ടും രാസികമായിട്ടും മാനസികമായിട്ടും എല്ലാം നമ്മളിൽ പ്രതികരണം ഉണ്ടാക്കുന്നുണ്ട്. ഈ പ്രതികരണം ഇല്ലാതെ നമുക്ക് നിൽക്കുക സാധ്യമല്ല. ജൈവതയുടെ ആ ഒരു സ്വഭാവമാണ് പ്രതികരണം എന്നുള്ളത്. അപ്പൊ പ്രതികരണത്തിൽ ഉണ്ടാകും എന്നുള്ളത് ഷുവറാണ്. അപ്പൊ പ്രതികരണം ഉണ്ടാകുന്നുണ്ട്, അതിനെ നമ്മൾ സ്റ്റേബിളായിട്ട് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ അത് സാധ്യമല്ല. എപ്പോഴും ഇതുപോലെ ഓരോന്നോരോന്ന് നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള പല ഇൻപുട്ടുകളും നമ്മളിലോട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ വരുന്നുണ്ടെ നമുക്ക് ഉള്ളിൽ അതിനുള്ള വികാരങ്ങൾ ഉണ്ടാകുന്നതനുസരിച്ചിട്ട് നമ്മൾ പ്രതികരിക്കും. ആ പ്രതികരണത്തിലൂടെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ അതിനെ വയലൻ്റായിട്ട് പ്രതികരിക്കും, ചിലപ്പോൾ അതിനെ പോസിറ്റീവായിട്ട് എടുക്കും. അപ്പൊ ആ ഒരു പ്രതികരണം അവിടെ ഉണ്ടാകുന്നുണ്ടെന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്ന സുസ്ഥിരത എന്ന് പറയുന്നത്, സുസ്ഥിരത അങ്ങനെ നിശ്ചലമായിട്ടിരിക്കാൻ ഒക്കില്ല. സുസ്ഥിരതയ്ക്ക് എപ്പോഴും നമ്മൾ പ്രകൃതിയിലോട്ട് നോക്കിയാൽ തന്നെ കാണാം, പ്രകൃതിയിലെ എല്ലാം ഈ ഓട്ടോ റെഗുലേറ്ററാണ്. നമ്മുടെ ബോഡിയിലെ തന്നെ ആണെങ്കിൽ ഹോമിയോസ്റ്റാസിസ് കൊണ്ടാണ് എല്ലാം നിലനിർത്തുന്നത്. അതിന്റെ രണ്ട് അവസ്ഥയിൽ എപ്പോഴും ഈ ഒപ്പോസിങ് ഫോഴ്സസ് ഇതിൽ വർക്ക് ചെയ്തിരിക്കുകയാണ്. പ്രകൃതിയിൽ നോക്കിയാലും കാണാം, നമ്മുടെ ഉള്ളിൽ നോക്കിയാലും കാണാം. രണ്ട് ഒപ്പോസിങ് ഫോഴ്സസിന്റെ ഇടയ്ക്കുള്ള തുലനതാവസ്ഥയാണ് ആ സുസ്ഥിരത എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ എപ്പോഴും രണ്ട് ഫോഴ്സസ് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും അല്ലെ കൂട്ടാനും കുറയ്ക്കാനുമുള്ള രണ്ട് ഫോഴ്സസ് എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ സമതുലനാവസ്ഥ നിലനിർത്തുക എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനമായ കാര്യം. അപ്പൊ ഈ തുലനാവസ്ഥ നിർത്താനായിട്ട് നമ്മളിൽ ഹോമിയോസ്റ്റാസിസ് വർക്ക് ചെയ്യുന്നു, പ്രകൃതിയിൽ ഓട്ടോ റെഗുലേഷൻ വർക്ക് ചെയ്യുന്നു. അപ്പൊ ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ നടക്കുന്നുണ്ട്. എന്നാലും പ്രകൃതിയെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ പ്രകൃതിയുടെ തുലനാവസ്ഥയെ തന്നെ നമ്മൾ മനുഷ്യനായിട്ട്
ഒരു വികൃതമാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതുപോലെ തന്നെ ഇന്റേണൽ ഫാക്കൽറ്റീസിലും നമ്മുടെ ഹോമിയോസ്റ്റാസിസ് കൊണ്ട് എല്ലാം ടെമ്പറേച്ചർ ആണെങ്കിലും ഉള്ളിലുള്ള എല്ലാ ഹോർമോണൽ റെഗുലേഷൻസ് ആണെങ്കിൽ എല്ലാത്തിനെയും റെഗുലേറ്റ് ചെയ്യാനുള്ള ആ ഒരു സൂപ്പർ ഇൻ്റലിജൻസ് നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷെ അതിന് അതീതമായിട്ട് നമ്മളതിനെ മലിനീകരണത്തിലൂടെയും മറ്റുള്ള മിസ്യൂസ് അബ്യൂസ് എന്ന് പറയുന്ന ആ പല ഇനത്തിലും കൂടെ നമ്മളതിനെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അതിൽ എപ്പോഴും പ്രക്ഷുബ്ധതകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനെ തുലനീകരിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ നമ്മുടെ ഒരു മനഃപൂർവ്വമായിട്ടൊരു ഇടപെടലും കൂടെ വേണം. അവിടെയാണ് നമ്മളിവിടെ പലതിനും നമ്മൾ പറയാറുണ്ട്, വികാരം എന്ന് പറയുന്നത് ഒരു ക്ലൈമറ്റാണ്, ഉള്ളിലെ ക്ലൈമറ്റാണ്. അത് ആ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ചേഞ്ചസ് ഉള്ളിൽ ഉണ്ടാക്കുന്നതനുസരിച്ചിട്ട് ബോഡിയിലെ പല പ്രവർത്തനങ്ങളെ അത് ബാധിക്കുന്നുണ്ട്. അപ്പം നെഗറ്റീവായിട്ടുള്ള വികാരങ്ങൾ ഉണ്ടാകുന്ന നെഗറ്റീവായിട്ടുള്ള പല രാഷ്ട്രീയ പ്രവർത്തനങ്ങളും നടന്ന് ഈ ഉള്ളിലെ പ്രവർത്തനങ്ങളെയും നമ്മുടെ മൂഡിനെയും സ്വാസ്ഥ്യത്തെയും എല്ലാത്തിനെയും ബാധിക്കുന്നുണ്ട്. അസ്വാസ്ഥ്യം തന്നെ തുടങ്ങുന്നത് തന്നെ ഈ മെന്റൽ പ്രക്ഷുബ്ധതകളിലൂടെയാണ്. അപ്പൊ ഇതിനെ തുലനീകരിച്ച് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രകൃതിയിലെ ആ മെക്കാനിസം തന്നെ അഡോപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പൊ അതിനെ ആ ബോധ്യത്തിലെത്തുക എന്നുള്ളതാണ് ആദ്യത്തെ അവസ്ഥ. അപ്പൊ ഈ ഒരു ഫ്ലോ സ്റ്റേറ്റിൽ നിൽക്കുന്ന ഒരു സമയത്ത് നമ്മളിലൂടെ എല്ലാം കടന്നു പോകുന്നുണ്ട്, നമുക്കത് കടത്തി വിടേണ്ടതാണ് എന്നുള്ളത്. പ്രകൃതിയിലെ എല്ലാം നാച്ചുറലായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിൻ്റെ അകത്ത് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടുള്ള ഇൻപുട്ട് വന്നുകൊണ്ടിരിക്കും. അതിനെ നമ്മൾ കടത്തി വിട്ട് ഉള്ളിലോട്ട് എടുത്ത് അതിനെ പ്രോസസ്സ് വേണ്ട വിധത്തിൽ പ്രോസസ്സ് ചെയ്യണം. അതായത് ആ ഔചിത്യപരമായിട്ട് അതിനെ പ്രോസസ്സ് ചെയ്യണം. വേണ്ടിനും വേണ്ടാത്തതിനും ഒക്കെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പറ്റത്തില്ല. അപ്പം അങ്ങനെ ഒരു ഇതിൽ നമ്മൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ മാത്രമേ ഈ തുലനതയിലുള്ള ആ സസ്റ്റൈനബിലിറ്റി നമുക്ക് കൈവരിക്കാനാവുകയുള്ളൂ. ആ സുസ്ഥിരത എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെ വരുമ്പോൾ അത് സ്റ്റെബിലിറ്റി അല്ല, സ്റ്റേബിളായിട്ട് നിൽക്കുന്ന ഒരു ഇതില്ല. ക്ലൈമറ്റ് സ്റ്റേബിളായിട്ട് നിൽക്കത്തില്ല. എല്ലാത്തിലും ഈ നിരന്തരമായിട്ടുള്ള ഇൻപുട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അതിനോട് പ്രതികരിച്ചുകൊണ്ടേയിരിക്കും. ശരീരത്തിൻ്റെ ജൈവതയുടെ ഒരു പ്രധാന ഫിനോമിനമാണ് അത് പ്രതികരിക്കണമെന്നുള്ളത്. ആ പ്രതികരണത്തിനെ നമ്മൾ ഇൻ്റലിജൻ്റ് ആയിട്ട് നമ്മൾ അതിനെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ഈ പ്രമേയം. ആ ഇൻ്റലിജൻ്റ് ആയിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ അതിനെ നമുക്ക് തുലനതയിലൂടെ കൊണ്ടുപോകാൻ. അപ്പോൾ ഫ്ലക്ച്വേഷൻ ഉണ്ടായാലും അതിനെ നമ്മൾ തുലനതയിൽ കൊണ്ട് നിർത്തുക എന്നുള്ളതാണ് ഈ സുസ്ഥിരത എന്നുള്ളതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇത്. ആ ഒരു സ്വഭാവം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഇതിനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ്. കാരണം പരസ്പര വിരുദ്ധ ശക്തികൾ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പരസ്പര വിരുദ്ധ ശക്തികളെ തുലനതയിൽ നിർത്താനുള്ള ആ ഒരു കഴിവാണ് അത് നമ്മൾ പ്രകൃതിയിൽ കാണുന്നുണ്ട്. ആ കഴിവിനെ നമ്മൾ ആ ഒരു ബോധ്യത്തിലെത്തി അതിന് തയ്യാറെടുക്കുക. ഇത് ഒന്നിൽ മാത്രമല്ല, എല്ലാ വിധത്തിലും മെൻ്റലി, ഫിസിക്കലി, സൈക്കോളജിക്കലി എല്ലാം നമുക്ക് ഈ ഒരു ഇൻപുട്ട് വന്നുകൊണ്ടിരിക്കുന്നതിനെ കൈകാര്യം ചെയ്യാനുള്ള ആ ഒരു എഫിഷ്യൻസി നമ്മൾ കൈവരിച്ചു കഴിഞ്ഞാൽ ഈ തുലനതയിൽ നിൽക്കാൻ പറ്റും, സ്വാസ്ഥ്യത്തിൽ നിൽക്കാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ സുസ്ഥിരത, ചലനാത്മക സുസ്ഥിരത എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആ ഒരു ഡൈനാമിക് ആയിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി ആണ്, അല്ലാതെ നിശ്ചലമായിട്ടുള്ളൊരു സ്റ്റെബിലിറ്റി എന്നുള്ളതല്ല പറയുന്നത്. ആ ഡൈനാമിക് സ്റ്റെബിലിറ്റിയാണ് നമ്മൾ ഈ പറഞ്ഞ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അത് ജഡത്വമായി പോവും, അത് ജൈവതയല്ല എന്നുള്ളത് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.